ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. വരുന്ന T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ ഇഷാൻ കിഷന് കഴിഞ്ഞിരുന്നു. അതായത് ജിതേഷ് ശർമ്മ പുറത്തായി. അദ്ദേഹത്തിൻ്റെ പകരമായിക്കൊണ്ടാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തൻ്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും സ്ഥിരതയാർന്ന പ്രകടനം നടത്താനും ഇഷാൻ കിഷന് കഴിഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. സെലക്ടർമാരുടെ ആ ഒരു തീരുമാനം തെറ്റിയിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ മത്സരത്തിലും ഇഷാൻ കിഷൻ തെളിയിച്ചിട്ടുണ്ട്. അതായത് വിജയ് ഹസാരെ ട്രോഫിയിൽ കർണാടകയും ജാർഖണ്ഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ജാർഖണ്ഡ് മികച്ച ഒരു സ്കോർ ഇപ്പോൾ പടുത്തുയർത്തിയിട്ടുണ്ട്. 50 ഓവറുകൾ പൂർത്തിയായപ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 412 റൺസാണ് ജാർഖണ്ഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിളങ്ങിയത് ക്യാപ്റ്റനായ ഇഷാൻ കിഷൻ തന്നെയാണ്. അതായത് 6ാം നമ്പറിലായിരുന്നു ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്തത്. ആ സമയത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 39 പന്തുകളിൽ നിന്ന് 125 റൺസാണ് ഇഷാൻ കിഷൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 7 ഫോറുകളും 14 സിക്സറുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 33 പന്തുകളിൽ നിന്ന് തന്നെ സെഞ്ചുറി പൂർത്തിയാക്കാൻ ഇഷാൻ കിഷന് കഴിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം 6ാം നമ്പറിലാണ്, ആ ഒരു പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചത് എന്നുള്ളതാണ്. 320 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മികവിലാണ് ജാർഖണ്ഡ് ഇപ്പോൾ 412 റൺസിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടാതെ വിരാട് സിംഗ് 88 റൺസും അതുപോലെ തന്നെ കുമാർ കുശാഗ്ര 63 റൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇഷാൻ കിഷന്റെ ഈ ഒരു മികവ് അത് ഇന്ത്യക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.